നമസ്കാരം. പെൻഷനും മറ്റാനുകൂല്യങ്ങളും മുടങ്ങിയത് വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ദൗർബല്യങ്ങൾ ഒരു ഘടകമായിട്ടുണ്ട് എന്നും ഇത് സൂക്ഷ്മമായി പരിശോധിക്കും എന്നും MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം പോരാളി ഷാജി അടക്കമുള്ള പേജുകൾ വിലക്കെടുക്കപ്പെട്ടു എന്ന ആക്ഷേപം MV ജയരാജൻ ആവർത്തിച്ചു. പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തുവരണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തോൽപ്പിച്ചത് പോരാളി ഷാജിയോ? സൈബർ തന്ത്രങ്ങളിൽ CPM പരാജയപ്പെട്ടോ? പാർട്ടി അനുകൂല പേജുകളെ എതിരാളികൾ വിലക്കെടുത്തോ? ജനങ്ങളുടെ അവമതിപ്പ് എന്തുകൊണ്ടൊക്കെ? ഈ ചർച്ചയിൽ ശ്രീ SK സജീഷ് CPM, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ രാഹുൽ ഈശ്വർ വലത് നിരീക്ഷകൻ എന്നിവർ ചർച്ചയിലേക്ക്. ശ്രീ SK സജീഷ്, എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്ന് ലളിതമായി പറയാൻ ഇനിയും പറ്റുന്നില്ലേ? രാംജി റാവു സ്പീക്കിംഗിൽ മാമുക്കായ ഇറങ്ങി വാടാ തൊരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സായികുമാറിനെ തേടി പോകുന്നത് പോലെ ആരാണ് ഈ പോരാളി ഷാജിയുടെ അഡ്മിൻ, ഇറങ്ങി വാ അവൻ എന്നൊക്കെ ഇന്നിപ്പോൾ MV ജയരാജൻ പറയുന്നത് നമ്മൾ കേൾക്കാണ്. ഇപ്പോൾ പോരാളി ഷാജിയുടെ അഡ്മിനെ അറിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവോ നമുക്ക്? അഭിലാഷ് മോഹൻ, താങ്കൾ പലതും ചേർത്ത് പറയുകയാണ്. സത്യത്തിൽ താങ്കളുടെ ആദ്യത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തമ്മിൽ ബന്ധമില്ലാത്തതാണ്. ബന്ധപ്പെടുത്തി മറുപടി പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഒന്ന്, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി, ആ തിരിച്ചടി എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എന്ന് സ്വപ്നം കാണുന്ന ഒരു കൂട്ടരുണ്ട്. അവരങ്ങനെ കാണട്ടെ, അവർക്ക് മറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. ഇതിലും ഗംഭീരമായി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുമായി സമീപിച്ച് ജനങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമെല്ലാം ശക്തമായി തന്നെ തിരിച്ചു വരാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പ്രത്യേക പാറ്റേണിലുള്ള വോട്ടിംഗ് ശൈലി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. 2004 മാറ്റി നിർത്തിയാൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. 0 സീറ്റ് വരെ ആയ ഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നും നമുക്കറിയാം. അതുകൊണ്ട് ആ കാര്യം ആ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധനയിലൂടെ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ സ്വാഭാവികമായും നമുക്കറിയാം ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് പാർട്ടി നേതൃത്വം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾക്കുള്ള തീരുമാനമെടുക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ താങ്കൾ രണ്ടാമത് ചേർത്ത് വെച്ച കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ, ആ ചർച്ചകളെ നമ്മൾ പരിഗണിക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് പാർട്ടി അംഗങ്ങളിലൂടെയാണ്. പാർട്ടി അംഗത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ തീരുമാനം സ്വന്തം ജീവിതത്തിലെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെക്കാൾ ഉയർത്തിപ്പിടിക്കുക എന്ന രീതിയിൽ തന്നെയാണ് പാർട്ടി അംഗങ്ങൾ മുന്നോട്ട് പോവുക. എന്നാൽ അത്തരം ഉത്തരവാദിത്വമില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഇടപെടുന്ന സമയത്ത് അവരുടേതായ വൈകല്യങ്ങൾ ആ കാര്യത്തിലുണ്ടാകും. ഒന്ന്, ആശയതലത്തിൽ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടിൽ അവർക്ക് വ്യക്തതയുണ്ടാവില്ല. അതുപോലെ തന്നെ വൈകാരിക പ്രകടനങ്ങളായി മാറും. അതിൽ അസഭ്യങ്ങൾ കലർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും സഭ്യതയുടെ അതിരുകൾ വിട്ടുപോകുന്ന സാഹചര്യം, നിലപാടുകൾ വ്യക്തതയില്ലായ്മ, ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് കടൽ പോലെ പരന്നു കിടക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്നതിൽ ആര് എന്ത് എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പല ഘട്ടത്തിലും നമുക്കറിയാം, നമ്മൾ പോലും തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ചിഹ്നങ്ങൾ, ചുവപ്പ് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പലതും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഇതൊക്കെ യഥാർത്ഥ മുഖങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ആ സാഹചര്യം പലപ്പോഴും ചിലരെങ്കിലും മുതലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആർക്കും ഇതിൽ ഇടപെടാൻ വേണ്ടി കഴിയുമല്ലോ, സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തെറ്റായ ആശയഗതികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയും. ചില സമയത്തെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സഖാക്കളുമായി സംവദിക്കുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പാർട്ടി ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ചുവന്ന നിറമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രങ്ങളോ കണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല. പൂർണ്ണമായും അത് വായിച്ചു നോക്കാനും അത് നമ്മുടെ ആശയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ഉറപ്പുവരുത്താനും കഴിയേണ്ടതുണ്ട്. കാരണം ആർക്കും മാരീച വേഷം കെട്ടി ഈ മേഖലയിലേക്കെല്ലാം വരാം എന്നുള്ളത് കൊണ്ടാണ്. ആ തരത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ കാണേണ്ടതുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ രാജ്യത്താകെ നടക്കുന്ന സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ ഗവേഷണം നടത്തി, ലോകത്തുള്ള വിവരങ്ങൾ ഗവേഷണം നടത്തി കൃത്യമായി ഡാറ്റകളാക്കി
സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി സമൂഹത്തിൽ എത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. മാത്രവുമല്ല, മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ആ തെറ്റായ വാർത്തയുടെ ഉറവിടങ്ങൾ തേടിപ്പോയി ശരിയായ വാർത്തകൾ ശേഖരിച്ച് മാധ്യമങ്ങളുടെ തെറ്റായ വാർത്തകളെ തിരുത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നന്നായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ രംഗത്തുള്ള ആളുകളെ അഭിനന്ദിച്ചത്. എന്നാൽ തിരുത്തപ്പെടേണ്ട, അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത പ്രവണതയുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരെ തിരുത്തപ്പെടുകയും ചില മാരീച വേഷം കെട്ടി ആടുന്ന ആളുകളെ കൃത്യമായി കണ്ടെത്തി നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശരി, ഓക്കെ, അതാണ് CPM-ന്റെ കാഴ്ചപ്പാട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഡോക്ടർ പ്രേംകുമാർ, താങ്കളും നവമാധ്യമങ്ങളിൽ എഴുതുന്ന ആളാണ്, പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ആളുമാണ്. ഇപ്പോൾ പൊതുവെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ 2014-ലും 2019-ഉം ദേശീയ തലത്തിൽ വലിയ തോതിൽ സൈബർ ഇടത്ത് BJP-ക്ക് ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ 2024-ൽ അത് തകർന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്ന് മാത്രമല്ല, കൗണ്ടർ പ്രൊപ്പഗേണ്ട വളരെ ശക്തമായി വന്നതും ഈ BJP-യുടെ ഒരു തരത്തിലുള്ള അപ്രമാദിത്വം ഇല്ലാതാക്കാൻ ഏറ്റവും ഗുണകരമായത് സൈബർ നറേറ്റീവിൽ മറുപക്ഷം വലിയ തോതിൽ നടത്തിയിട്ടുള്ള മേൽക്കൈയാണ് എന്നുള്ളതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ CPM-ന്റെ സൈബർ തന്ത്രം വലിയ തോതിൽ പാളിയോ? ഇവിടെ ജയരാജൻ പറയുന്നത് മാതിരി വിലക്കെടുക്കപ്പെട്ടോ കുറേ പേജുകൾ? ഇവിടെ സജീഷ് പറഞ്ഞതുപോലെ പല മാരീജന്മാരും മാനിന്റെ വേഷത്തിൽ വന്നോ? ആദ്യമായിട്ട് പാനൂരിൽ നടന്ന പാർട്ടിയുടെ ഒരു പൊതുയോഗത്തിൽ സഖാവ് MV ജയരാജൻ പറഞ്ഞ കാര്യങ്ങളെ മിസ്കോട്ട് ചെയ്തിട്ടാണ് ഒരുവിധപ്പെട്ട എല്ലാ ചാനലുകളിലും ചർച്ച നടക്കുന്നത്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ആദ്യം തന്നെ പറയട്ടെ. കാരണം MV ജയരാജൻ അവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷത്തിന് ഈ ഇലക്ഷനിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം BJP-ക്കെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലുണ്ടായുള്ള തിരിച്ചടിയുടെ പല കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് മാതൃഭൂമി അടക്കമുള്ള വലതുപക്ഷം എന്ന് CPM വിളിക്കുന്ന മാധ്യമങ്ങളുടെ കള്ളപ്രചരണങ്ങൾ, അതിനെ എതിർത്തിരുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഇടത് പ്രസൻസ്, പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള വലിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് സഖാവ് MV ജയരാജൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പേരിലും വർണ്ണത്തിലും ചിത്രത്തിലുമൊക്കെ തീവ്ര ഇടതുപക്ഷ സ്വഭാവമുണ്ടെന്ന് തോന്നുന്ന പല പേജുകളും, ചെങ്കോട്ട, ചെമ്പട, പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞ പേരുകളിൽ വരുന്ന പല പേജുകളും പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് വേണ്ടി തീവ്രമായ നിലപാടെടുത്തിരുന്ന പല പേജുകളും പെട്ടെന്ന്, ഉദാഹരണത്തിന് MV ജയരാജൻ പറയുന്നത്, ശൈലജ ടീച്ചർക്കെതിരെ ഒരു സാധനം എഴുതുമ്പം നമ്മൾ അനുഭാവികളും പാർട്ടി മെമ്പർമാർ പോലും കൺഫ്യൂഷനിലായി പോകുന്നു. ഈ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവണം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് MV ജയരാജൻ ആ പൊതുയോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പോരാളി ഷാജി എന്നുള്ള ഒരു പേജ്, അത് ഒരു പേജാണോ എന്ന് എനിക്കറിയില്ല, വ്യാസൻ എന്നുള്ളതിനെ പറ്റി പറയുന്നത് പോലെ, അതായത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 പേജുകളെങ്കിലും ഉണ്ട് പോരാളി ഷാജി. ഇതിൽ ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒറിജിനൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പേജ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പേജിന് നമുക്ക് ഒറിജിനൽ എന്ന് പറയാൻ പറ്റുമോ? MV ജയരാജനും ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇടതുപക്ഷ അനുഭാവി നടത്തുന്ന പേജ് ഉണ്ടെങ്കിൽ അയാൾ മുൻപോട്ട് വന്നിട്ട് ഞാനാണ് ഇതിന്റെ അഡ്മിൻ, എന്റെ പേജിൽ ഇടതുപക്ഷ വിരുദ്ധ സാഹിത്യം ഇല്ല എന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ അകത്തുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പൊ പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ നാളെ അഭിലാഷ ചീത്ത പറഞ്ഞാൽ എനിക്ക് വന്നിട്ട് പറയാം വീഡിയോയിൽ, എന്റെ പേജ് ഇതാണ്, ഇത് വേറെ ആരാണ് എനിക്ക് അറിയില്ല എന്നുള്ളത്. ഒന്നുകിൽ അനോണി അല്ലെങ്കിൽ ഫേക്ക് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണെന്ന് അറിയില്ല, അതൊരു വലിയ പ്രശ്നമാണ്. അതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോരാളി ഷാജി എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള പേജിനെ പറ്റി CPM അതിൻ്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. DYFIയും A റഹീമും SK സജീഷും ഒക്കെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പലപ്പോഴും അവർ ആ പേജിലൂടെ വരുന്ന കണ്ടന്റ് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അഭിലാഷ് പറഞ്ഞ ഉദാഹരണങ്ങൾ, 2024 ഇപ്പം നടന്ന ഇലക്ഷനിൽ മോഡി ക്യാമ്പിന് അവർ ഫേസ് ചെയ്തിട്ടുള്ള ത്രെട്ട്, സത്യമായിട്ടും പർച്ചേസ് ചെയ്യപ്പെട്ട മീഡിയയും ഇൻഡിവിജ്വൽസിൻ്റെ സോഷ്യൽ മീഡിയയും തമ്മിൽ നടന്ന ഒരു സമരത്തിൽ സോഷ്യൽ മീഡിയയ്ക്കോ ഇൻഡിവിജ്വൽസിനോ കിട്ടിയിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് കൂടിയാണ്. ധ്രുവ് റാട്ടിയുടെ വീഡിയോ എങ്ങനെയാണ് ആയിരക്കണക്കിന് പർച്ചേസ് ചെയ്യപ്പെട്ട ചാനലുകളുടെ മുകളിൽ കടന്നു എന്നതിന് ഉദാഹരണമാണ്. ഇതിനോട് സമാനമാണ് 2021 കേരളത്തിൽ നടന്ന ഇലക്ഷനിൽ ഇടതുപക്ഷം പിന്നെയും അധികാരത്തിൽ വന്നത്. അന്ന് ആ ഇലക്ഷൻ്റെ ഒരു വർഷം മുമ്പ് സ്വർണ്ണ കള്ളക്കടത്തോട്ട് 100,000 അഴിമതികളിലൂടെ കേരളത്തിലുള്ള സകല ചാനലുകളും എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെതിരെ കള്ളപ്രചരണം നടത്തിയതെന്നും അത് കള്ളപ്രചരണമായിരുന്നു എന്ന് നിങ്ങളുടെയൊക്കെ അഭിലാഷിൻ്റെയൊക്കെ സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർമാർ വരെ പിന്നെ പൊതുയോഗങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ED ഓഫീസിൽ നിന്ന് കിട്ടിയ ചിട്ട് വെച്ചാണ് ഞങ്ങൾ സംസാരിച്ചതെന്നുള്ളത്. അതിനെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തിലെ ഇടത് സൈബർ വിങ്, നിങ്ങൾ കടന്നലുകൾ എന്ന് വിളിച്ചാലും സൈബർ കമ്മികൾ എന്ന് വിളിച്ചാലും ന്യായീകരണ തൊഴിലാളികൾ എന്തൊക്കെ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞാലും വഹിച്ച പങ്ക് ചരിത്രപരമാണ്. അതിനെ പലപ്പോഴായിട്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും M സ്വരാജും MV ജയരാജനും ഒക്കെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടത് വർക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ
ഈ സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഒരു എന്താ പറയുക ഇലക്ട്രേറ്റിന്റെ തോട്ട്സിനെ കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല. ഇത് ഡിഫറെന്റ് ആയ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ലോക്സഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിലാണ് അതിൽ CPM ആണോ വേണ്ടത് കോൺഗ്രസ് ആണോ വേണ്ടതെന്ന് ചോദ്യത്തിന് മുന്നിൽ കേരളത്തിലെ ആളുകൾ കോൺഗ്രസ് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഴി പോരാളി ഷാജിക്കെന്നോ സൈബർ മീഡിയയുടെ പരാജയമെന്നോ ഒന്നും ഒരിടത്തും CPM-ന്റെ ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറയാനും പറ്റില്ല. കാരണം 100,000 വിഷയങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ദിശയെ നിർണ്ണയിച്ചത് സോഷ്യൽ മീഡിയ ആണ് എന്ന് പറയുന്നതിൽ കഥയുമില്ല. അങ്ങനെ പറഞ്ഞു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അഭിലാഷ് അടക്കമുള്ള മാധ്യമ വല്ലാത്തൊരു താല്പര്യമുണ്ട്. ഞാനൊരു ക്ലാസ് എന്ന രീതിയിൽ പറയാം. ഞാൻ എവിടെ അങ്ങനെ ശ്രമിച്ചു? അല്ല, നിങ്ങൾ അതിന്റെ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പേഴ്സണലായിട്ട് അല്ല പറയുന്നത്. പേഴ്സണലായിട്ടല്ല. ഇനി മാതൃഭൂമി എന്നുള്ള മാധ്യമത്തെ എടുത്ത് പറഞ്ഞോളൂ. എങ്ങനെ എന്താന്ന് വെച്ചാൽ പലപ്പോഴായിരുന്നു നിങ്ങൾ കൃത്യമായ അവധാനതയില്ലാതെ റിസർച്ച് നടത്താതെ കിട്ടിയ പാടെ വാർത്ത കൊടുക്കുകയും അത് പൊളിച്ചെടുക്കുകയും പിന്നെ ഒരു പക്ഷേ ഒരു പരിധി കടന്ന് നിങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ. ഞാൻ വാർത്തയെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പോ ഈ പറഞ്ഞ അതായത് സോഷ്യൽ മീഡിയ പോരാളി ഷാജി കൊണ്ടാണ് CPM തോറ്റത് എന്ന് ഞാനവിടെ പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങൾ പറഞ്ഞു എന്നല്ല, മൊത്തം മീഡിയ അത് സെലിബ്രേറ്റ്. നിങ്ങളല്ല, മറ്റു ചാനലുകളിലെ പലരും അലറി വിളിച്ച് ആഘോഷിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. MV ജയരാജന് അഭിവാദ്യം പറയുന്നതൊക്കെ ഇപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. കൃത്യമായ ഒരു ഫാക്ട് പറയാണ് ചെയ്തത്. അത് വസ്തുതയാണ്, സത്യമാണ്. ശ്രീ രാജു പി നായർ, ഇപ്പോ നമുക്കറിയാം ഒരു ജനവിധിയെ നിർണ്ണയിക്കാൻ പല ഘടകങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള ആശയവിനിമയം ഇപ്പോഴത്തെ ഇലക്ഷനിയറിംഗിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന തിരിച്ചടിയും അതുപോലെ തന്നെ അപ്രമാദിത്വവും രണ്ടും ഘടകങ്ങളാണ്. പക്ഷെ ഒരു ഇലക്ഷനെ ആകെ നിർണ്ണയിക്കുന്നത് അതാണ് എന്ന് പറയാനും കഴിയില്ല. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്ന് CPM ചിന്തിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒരു ഘടകമെങ്കിലുമായി വരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷേ, അതിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പറയണം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും അവന് അഭിപ്രായത്തിനുള്ളൊരു സ്പേസ് കൊടുക്കുന്ന ഒരു ഇടമാണ്. സ്വാഭാവികമായിട്ടും ഒരു 10-12 വർഷത്തെ സമയകാലത്തിനുള്ളിൽ നമ്മുടെ ഈ രാഷ്ട്രീയത്തിലും നമ്മുടെ സമൂഹത്തിലെല്ലാം കടന്നു വന്ന സമൂഹ മാധ്യമം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും. കാരണം പണ്ടൊക്കെ കവലകളിൽ വെച്ച് മാത്രം ഏതെങ്കിലും നേതാവ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അഭിപ്രായം ഇന്ന് ഏതൊരു മനുഷ്യനും ഇരുന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം പലതരത്തിലുള്ള അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമല്ല, പക്ഷെ അതിന് മുമ്പോട്ട് നോക്കൂ. ഈ അഭിപ്രായങ്ങളെയെല്ലാം ഒരു പാർട്ടിയുടെ ഇരുമ്പ് ചട്ടയ്ക്കകത്തേക്ക് കൊണ്ടുവരാനും അതിനെ നിയന്ത്രിക്കാനും വേണ്ടി ശ്രമിച്ച 2 പാർട്ടികളാണ് CPM-ഉം BJP-യും. അതിന് ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി എടുക്കുന്ന തീരുമാനം, പാർട്ടിയുടെ ഏതാണോ ലൈൻ, ആ ലൈൻ മാത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ള കൃത്യമായ നിരീക്ഷണവും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സംഘടനാ രീതി പ്രവർത്തിപ്പിച്ച ഒരു സംഘടനയാണ് CPM എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJP-യും വലിയൊരു പരിധിവരെ അങ്ങനെയാണ്. പക്ഷെ കോൺഗ്രസ് അങ്ങനെയായിരുന്നില്ല. കോൺഗ്രസിനകത്ത് പലപ്പോഴും നമുക്കൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല പ്രവർത്തകരും ചില നേതാക്കന്മാർക്കെതിരെ, ചില കമ്മിറ്റികൾക്കെതിരെ, ചില തീരുമാനങ്ങൾക്കെതിരെ എല്ലാം പരസ്യമായിട്ട് സമൂഹ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ലാതെ കൊണ്ട് നടന്നൊരു സംവിധാനം, ആ സംവിധാനം പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ദുഷ്പ്രവണതയും നല്ല പ്രവണതയും എല്ലാം ഉപയോഗിച്ചൊരു പാർട്ടിയായിരുന്നു CPM. ഇപ്പം ഈ പോരാളി ഷാജി എന്നൊക്കെ പറയുന്നത്, പോരാളി ഷാജിയൊക്കെ കേരളത്തിൻ്റെ CPM നേതാക്കന്മാർ തന്നെ പലപ്പോഴും കോട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഐഡിയ ആണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പാർട്ടിയുടെ എന്താ പറയുക തീരുമാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ തെറ്റുകളോ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു സംവിധാനം, ആ സംവിധാനത്തെ ഒരു പരിധിക്കപ്പുറം കടന്ന് ആക്രമണോത്സുകമായി അവർ ഈ സമൂഹത്തിൽ പലരെയും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി, സ്മിയർ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു ശ്രീ പ്രേംകുമാർ വസ്തുതകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഒരു വസ്തുതകളുടെയും അല്ലാത്ത അടിസ്ഥാനത്തിൽ ചീത്തപ്പേര് വിളിച്ചും തെറി പറഞ്ഞും പലപ്പോഴും മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ഇവർ തന്നെ നിന്നിട്ടുണ്ട്. അവർ തന്നെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ ഒരു സംഘടനയുടെ രീതിയാണ്, ആ സംഘടനയുടെ ശൈലിയാണ്. അവർക്കെപ്പോഴും ഇത്തരത്തിലുള്ള സ്മിയർ ക്യാമ്പയിനെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സമൂഹ മാധ്യമം മാത്രമല്ലല്ലോ, കേരളത്തിലെ MLA-മാരെ കൊണ്ട് പോലും സ്മിയർ ക്യാമ്പയിനുകൾ നടത്തുന്നൊരു പാർട്ടിയല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് CPM-ന്റെ ഒരു MLA പറഞ്ഞത് എന്താ? അദ്ദേഹത്തിൻ്റെ DNA പരിശോധിക്കണം. ഞാനും അഭിലാഷും ഉൾപ്പെടെയുള്ള ഒരുമാതിരിപ്പെട്ട ഒരു രാഷ്ട്രീയത്തിൽ മാന്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഞെട്ടി. ഇങ്ങനൊരു പരാമർശം ഒരു MLA നടത്താവോ എന്ന് നമ്മൾ ചോദിച്ചു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ MLA പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞു.
ആ MLA സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താ? കടന്നൽ കൂടുന്നാണ്. ഞങ്ങൾ കടന്നൽ കൂട്ടമാണെന്നാണ് പറയുന്നത്. ഈ MLA ഓരോ നേതാക്കന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുള്ള വസ്തുതകളല്ലാത്ത കാര്യം, ആ കാര്യത്തെ മുഴുവൻ ഓണപ്പ് ചെയ്തിരുന്നതാണ്. ഒരു 30 സെക്കൻഡ്. ആ പാർട്ടിയുടെ രീതി ഇതാണ്. തങ്ങൾക്കെതിരായിട്ട് വരുന്നവരെ മുഴുവൻ, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണ്, MM മണിയെ പോലെ അല്ലെങ്കിൽ ജയരാജന്മാരെ പോലെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് സ്മിയർ ക്യാമ്പയിനുകൾ നടത്തുകയും ആ സ്മിയർ ക്യാമ്പയിനിലൂടെ പാർട്ടിയുടെ അജണ്ട അല്ലെങ്കിൽ പാർട്ടി നേരിട്ട് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുകയും ചെയ്ത ചരിത്രമുണ്ട്. അവരിന്ന് പുറത്തേക്ക് വരുന്നു. എന്താ പ്രശ്നം? ഈ പാർട്ടി ഇന്ന് അകപ്പെട്ട പ്രതിസന്ധി, ഈ പാർട്ടിക്കകത്ത് സാധാരണ പ്രവർത്തകരെ പോലും വിശ്വാസമില്ലാത്ത രീതിയിലുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരാജയത്തെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ ചിലയിടത്ത് നിന്ന് ചിലർ ശബ്ദമുയർത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ചില ഇടതുപക്ഷ നിരീക്ഷകരുണ്ടായിരുന്നവർ ഇന്ന് ഈ ഭരണത്തിൽ എന്തോ പ്രശ്നമുണ്ട്, ആ ഭരണത്തിന്റെ പോരായ്മകളുണ്ട്, ആഭ്യന്തര വകുപ്പ് എങ്ങനെ പരാജയപ്പെട്ടു, ജനങ്ങൾക്ക് എങ്ങനെ ഇടതുപക്ഷത്തോട് ഒരു എതിർപ്പ് തോന്നുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ നിരീക്ഷകർ പോലും പങ്കുവെക്കുന്നുണ്ട്. അതിന് സമൂഹ മാധ്യമങ്ങളിൽ ചിലയിടത്ത് ഈ പറയുന്ന ഇരുമ്പ് ചട്ടക്കൂടിന് പുറത്തേക്ക് വന്ന് പ്രതികരിക്കുമ്പോൾ അവയെ ഇല്ലാതെയാക്കുക എന്നുള്ള ഉന്മൂലന സിദ്ധാന്തം, അത് ഓർഗനൈസ്ഡ് ആയിട്ട് സമൂഹ മാധ്യമത്തിനകത്ത് ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും തങ്ങൾക്കെതിരെ വരുമ്പോൾ അവരുടെ തന്നെ ഐഡന്റിറ്റിയും അവരെ തന്നെ ഡിസോൺ ചെയ്ത് അവരെ ആക്രമിച്ച് ഇല്ലാതെക്കുകയും ചെയ്യുന്ന എക്കാലത്തെയും ഉന്മൂലന സിദ്ധാന്തം സമൂഹ മാധ്യമങ്ങളിൽ CPM പ്രയോഗിക്കുന്നു. അതിന് MV ജയരാജനാണ് അതിന്റെ മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ അതിന്റെ കോടാലി കൈയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ പോരാളി ഷാജിയൊക്കെ തന്നെ ഇപ്പൊ MV ജയരാജനെ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ P ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു നല്ല കാര്യത്തിൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അനുഭാവികൾ PJ ആർമിയുടെ പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ CPM എന്താ ചെയ്തത്? അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി. ഇത് ഈ പാർട്ടി എന്നും ഓൺലൈനും ഓഫ്ലൈനും ഉപയോഗിച്ചിട്ടുള്ള സംവിധാനമാണ്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ഈ കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ നല്ല പ്രചരണം, മികച്ച IT സെൽ, ഇതൊക്കെ വിജയത്തിൽ ഘടകമാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം എടുക്കൂ. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ രാഹുലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫഷണലായി അവരുടെ സൈബർ ഒഫൻസീവ് നടത്തുന്നതിൽ വീഴ്ച വന്നോ? ഇതിനെ ഒരു ആൾക്കൂട്ട ആക്രമണമായോ അല്ലെങ്കിൽ ആൾക്കൂട്ടമായി ചിതറിപ്പോവുകയോ ഒക്കെ ചെയ്ത് പലപ്പോഴും അത് ഉദ്ദേശിച്ചതിന്റെ നേരെ വിപരീത ഫലം ചെയ്തോ? എന്ത് തോന്നുന്നു? പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൊളിറ്റിക്സ് ഈസ് എ ഗെയിം ഓഫ് ബ്രാൻഡിങ് ആൻഡ് പ്രൊജക്ഷൻ എന്ന് പറയാറ്. അത് ബ്രാൻഡിങ്ങിൻ്റെയും പ്രൊജക്ഷൻ്റെയും ഗെയിമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആദ്യം ലോകതലത്തിൽ ഇത് ഇഫക്റ്റീവ്ലി യൂസ് ചെയ്തു ഒബാമ ക്യാമ്പയിനാണ്. ഒബാമ പ്രസിഡന്റ് ആകുന്നതിന് ഡിജിറ്റൽ മീഡിയ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ നരേന്ദ്രമോദിജിയാണ് വലിയൊരളവ് വരെ ഡിജിറ്റൽ മീഡിയയെ കാര്യമായി ലെവറേജ് ചെയ്തും പ്രൊഫഷണലി കൊണ്ടുവരികയും ചെയ്തു. അതിനുമുമ്പ് അദ്വാനിജി അയൺ മാൻ എന്നൊക്കെ പറഞ്ഞ് അദ്വാനിജിയുടെ വളരെ ഫോക്കസ് ഇല്ലാത്ത ഫോട്ടോസൊക്കെ ഇടുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ മോദിജി അത് ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് കൊടുക്കുകയും അതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയും മറ്റുമൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതൊരു പൊളിറ്റിക്സ് എന്നും ഇതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ പ്രൊജക്ഷൻ്റെയും കാര്യമാണ്. അതൊരു റിയാലിറ്റിയാണ്. ഇത്തവണ നേരത്തെ അദ്ദേഹം പ്രേംവർജി സൂചിപ്പിച്ചതുപോലെ ധ്രുവ് റാത്തി എന്ന് പറയുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിലും ഇന്ത്യയുടെ ഒരു ഡെമോക്രാറ്റിക് ബാലൻസ് സംരക്ഷിക്കാൻ ഒരു പ്രധാന കാരണക്കാരൻ ശ്രീ ധ്രുവ് റാത്തി കൂടെയാണ്. ശ്രീ അജയ് റായ് എടുത്ത വോട്ടുകളുടെ പകുതിയെങ്കിലും ധ്രുവ് റാത്തിയുടെ ക്രെഡിറ്റാണ്. കാര്യം ആ രീതിയിൽ ഇഫക്റ്റീവായ വീഡിയോസ്, പഞ്ചുള്ള വീഡിയോസ് അദ്ദേഹത്തിന് ചെയ്യാനും പറ്റും കഴിഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇഫക്റ്റീവ് യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, CPM-ന് ട്വിറ്ററിൽ വലിയൊരു പ്രാതിനിധ്യമോ സ്വാന്നിധ്യം തന്നെ ഇല്ല. ഫേസ്ബുക്കിലുണ്ട്. ട്വിറ്ററിൽ അത്രയും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് മീഡിയയും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ നോർത്ത് ഇന്ത്യൻ ഇതല്ല, കൂടുതൽ ഫേസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങളിലാണ്. പോരാളി ഷാജി അടക്കം എന്നെയൊക്കെ എത്രയോ തവണ ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം ആരും പറഞ്ഞുകൂടാത്തതാണ്. അത് ഈ കാശ് കൊടുത്താണ് ഇത് മേടിക്കുന്നതെന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമുക്ക് ഇഷ്ടമില്ല. അല്ല, അങ്ങനെയല്ല ശ്രീ രാഹുൽ. ഇപ്പൊ രാഹുലും PR ചെയ്യുന്നതല്ലേ? ഇപ്പോ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ PR ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി രാഹുൽ ഏറ്റെടുത്തു എന്ന് വിചാരിക്കുക. രാഹുൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള താല്പര്യമുള്ള പേജുകളെ വാങ്ങും. അതാണ് ജയരാജൻ പറഞ്ഞത്. പക്ഷേ പോരാളി ഷാജി അല്ലല്ലോ മേടിക്കുന്നത്. ഇപ്പൊ ശശി തരൂരിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ ആരും പോരാളി ഷാജിയെ മേടിക്കില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നാണ്. 100,000 പേജുണ്ട്. അതെ, പോരാളി ഷാജിയുടെ രസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അനുഭവം കൂടെയുള്ള ഇന്ന് മോദിജിയുടെ കൂടെയുള്ള നമ്മുടെ പവൻ കല്യാണിന്റെ ചിത്രമാണ്. പവൻ കല്യാണിന്റെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ചെഗുവേരയോടും നമ്മുടെ ഭഗത് സിംഗിനോടും ഒക്കെ അനുഭവമുള്ള പോരാളി ഷാജിയുടെ അദ്ദേഹം മീശ വിരിക്കുന്നതാണ്. പുള്ളിയുടെ നല്ല മനുഷ്യനുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പേജ് വെച്ചാണ് തോന്നുന്നത്. ഒരുപാട് നല്ല
നല്ല ട്രോളും ഒരുപാട് നല്ല രസകരമായ ട്രോളും മറ്റും അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാശ് കൊടുത്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വിലക്കെടുത്തു എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഇൻകൺവീനിയൻ്റ് ആയ അഭിപ്രായത്തെ, യോജിപ്പില്ലാത്ത അഭിപ്രായത്തെ ചെറുതാക്കാനാണ്. ഇത് വലതുപക്ഷമോ അല്ലെങ്കിൽ സോക്കോൾഡ് ദേശീയവാദികളുടെ പക്ഷം സംഭവിക്കുന്നതാണ്. അല്ല, അവിടെ അത് നോക്കൂ. ഇപ്പൊ ഒരു പേജ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാ ബ്രിഗേഡ് എന്ന പേരിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവ് ഒരു ഇടതുപക്ഷ പേരുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ കോൺഗ്രസിന്റെ പക്ഷത്താണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പറയുന്നില്ല അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ജയരാജൻ ഏത് അർത്ഥത്തിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഇലക്ഷന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാസ്റ്റ് കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഈഴവ വോട്ടുകളും ഹിന്ദു പിന്നോക്ക വോട്ടുകളും CPM ഇന്ന് BJP-യിലേക്ക് പോയതുണ്ട്. തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപി ഒന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ മാത്രമല്ല ഇപ്പം പോലും CPM-ന് അപ്പർ ഹാൻഡ് ഒന്നും പോയിട്ടുള്ളതല്ല. ഇപ്പോഴും ഒരു സംസ്ഥാന ഇലക്ഷൻ നടത്തിയാൽ CPM-ന്റെ സ്ട്രോങ് പെർഫോമൻസ് തന്നെയായിരിക്കും. പക്ഷേ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലേക്ക് ലഘൂകരിച്ച് കാണാമോ? അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ റിജിഡിറ്റി എന്നൊരു ഫാക്ടർ ഉണ്ട്. അതിനെതിരെ ഇപ്പൊ MV ജയരാജന് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഫാക്ടേഴ്സ് കാണാം. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഞാനൊരു വലതുപക്ഷക്കാരനാണ്, ശ്രീ MV ജയരാജൻ ഇടതുപക്ഷക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം തെറ്റാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഫ്ലാഗ് ചെയ്തൊരു വിഷയം റിലവന്റ് ആണ്. പക്ഷേ അത് ഈ വിലക്കെടുപ്പ് കിട്ടും എന്ന് പറയുന്ന ഒരു സ്ഥിരം ആർഗ്യുമെന്റാ. ഇപ്പൊ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ഒരാളെ വിലക്കെടുത്തു എന്നാണ് ഇപ്പൊ ഇന്നലെ മുതൽ നമ്മുടെ സംഘ് സർക്കിൾസ് എന്ന് പറയുന്നത്. ശ്രീജിത്ത് പണിക്കരെ കോൺഗ്രസ്സുകാരെ വിലക്കെടുത്തു എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരെ ഒരു കേട്ട് അത്ഭുതപ്പെടും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറയുന്നവരെ വിലക്കെടുക്കുക. ഒരു വരി കൂടെ പറയാം. ഇത്തരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പേസസ് ഉയർന്നു വരേണ്ട ആവശ്യമാണ്. അതിപ്പം പോരാളി ഷാജി പോലെയുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളോ സാധനങ്ങളോ അവരെ ഇടതുപക്ഷത്തോണ്ട് നിന്ന് തന്നെ അതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കർ സാറിനെ പോലുള്ള ആൾക്കാർ, അദ്ദേഹം നല്ലൊരു പണ്ട് മുതലേ CPIയുടെ ആളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനാണ്, പക്ഷേ ഏറ്റവും CPM-നെ വിമർശിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ് ഉണ്ട്. ആ ഇൻഡിപെൻഡന്റ് ആൾക്കാരെ നമ്മൾ ഉയർത്തിവിടണം. ധ്രുവറാത്തിയെ പോലുള്ള നാഷണൽ ലെവലിലുള്ള ആൾക്കാർ ഇവർ നമ്മുടെ സിവിൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് കുറെ കൂടെ സമ്പന്നമാക്കും. അതാത് പക്ഷത്തിന് അതീതമായി വിമർശനങ്ങളെ ഉയർത്താൻ ഇവർക്ക് കഴിയും. ഇതൊക്കെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ആ പോസിറ്റീവായ കാര്യത്തെ കാണാതെ എല്ലാവരും വിലക്കെടുക്കപ്പെട്ടതാണ്, ഇതിന്റെ പിന്നിൽ പക്ഷേ അമേരിക്കൻ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പകരം പോസിറ്റീവായ ഇത്തരം കാര്യങ്ങളെ കാണുകയാണെങ്കിൽ അത് ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിനെ വളരെയധികം മെച്ചുവറാക്കും. പോരാളി ഷാജിയൊക്കെ ശബരിമല സമയത്ത് തന്നെയൊക്കെ ഒരുപാട് റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു ലൈൻ കീപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു നമ്മുടെ ഡെമോക്രസിയെ വൈബ്രന്റ് ആക്കുന്ന കാര്യങ്ങളാണ്. ശരി, ഓക്കെ. ഞാൻ സജീഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ പ്രേംകുമാർ, താങ്കൾ ഈ പബ്ലിക് റിലേഷൻ എക്സസൈസിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണല്ലോ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിനെ എടുത്താൽ ഇത് പുതിയ കാലമാണ്. അപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആവശ്യമുള്ള കാലമാണ്. അതിൽ എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയുമായുള്ള സ്നേഹം കൊണ്ടോ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അവരുടെ സ്നേഹം കൊണ്ട് മാത്രം എഴുതപ്പെടുന്ന കുറിപ്പുകൾ മാത്രമായിരിക്കില്ല നറേറ്റീവ് നിർമ്മിക്കുക. വളരെ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അപ്പോൾ ആ കാര്യത്തിൽ വളരെ പ്രൊഫഷണലായി ഈ ഇലക്ഷൻ സൈബർ മീഡിയയിലും സൈബർ സ്പേസിലും മാനേജ് ചെയ്യുന്നതിൽ CPM-ന് പരാജയം സംഭവിച്ചോ? എന്ത് തോന്നുന്നു? CPM-ന് പരാജയം സംഭവിച്ചു എന്നുള്ളതല്ല, ഞാനത് എഴുതിയിട്ടുണ്ട്. ആ കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം അപ്ഡേറ്റഡ് അല്ല എന്ന് കൃത്യമായൊരു നിരീക്ഷണവും വിമർശനവും ഉള്ള ഒരാളാണ് ഞാൻ. കാരണം സൈബർ സ്പേസ് എന്നുള്ളത് ഫേസ്ബുക്ക് ആയിരുന്നാലും ട്വിറ്റർ ആയിരുന്നാലും വാട്സപ്പ് ഗ്രൂപ്പുകളായിരുന്നാലും നമ്മൾ കരുതുന്ന പോലെ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ വിഭാഗം CPM അല്ല. അത് സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരിക അതിനെ പ്രതിയോഗിക്കുന്നു എന്ന് പറയുന്ന മറ്റ് എന്താ പറയുക വർഗീയ കക്ഷികളുടെ ടീമുകളുടെ പേജുകളും ക്യാമ്പയിനുമാണ്. മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ മാത്രമേ CPM വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതായത് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, അതെങ്ങനെ ആളുകൾ എടുക്കുന്നു എന്നുള്ള കാര്യം. കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ CPIM എന്നുള്ള പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഒരു പടി ഒന്നോ രണ്ടോ സ്റ്റെപ്പ് പിറകിലാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായൊരു വാസ്തവമാണ്. അതായത് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പം VD സതീശൻ്റെ നിലപാടുകളോടൊക്കെ പലപ്പോഴും ബഹുമാനത്തോടെ വിയോജിച്ചുള്ള ഒരാളാണ് ഞാൻ. KSUവിൻ്റെ ക്യാമ്പിൽ ഭയങ്കരമായൊരു തല്ലുണ്ടാവുന്നു, മദ്യപിച്ചിട്ടാണ് എന്ന് വാർത്ത വരുന്നു. KSUവിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നു എല്ലാവരും കള്ളുകൂടുന്നോട്ടെ. VD സതീശനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അത് എന്ത് ലൈറ്റായിട്ടാണ് അത് എടുത്തതെന്ന് പറയാം. അത് കുട്ടികളുടെ കളിയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര സ്ട്രാറ്റജിക്കായ റെസ്പോൺസാണത്, ഭയങ്കര സ്ട്രാറ്റജിക്കായ റെസ്പോൺസാണ്. ഇതേ സിറ്റുവേഷൻ ഏതെങ്കിലും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ ആയിരുന്നുവെങ്കിൽ മീഡിയ അതെങ്ങനെ ആഘോഷിക്കുമെന്നുള്ള ഒരു കാര്യം പാർട്ടിയുടെ ആളുകൾ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. കാരണം മീഡിയ മാനേജ്മെന്റ് എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷം ഈ കാലത്ത് പ്രത്യേകിച്ചും കുറച്ചുകൂടെ കോൺഷ്യസ് ആവേണ്ടതുണ്ട്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവേണ്ടതുണ്ട്, അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ രാജു പി നായർ പറയുന്നത് പോലെ ഏറ്റവും സുശക്തമായ PR ടീമുള്ളതാണ് CPM ഇടതുപക്ഷം ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല, അറിയിക്കുന്നില്ല. എന്താ വെച്ചാൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്രയും ഫോൾസ് ന്യൂസ് കേരളത്തിൽ ഇങ്ങനെ പടരില്ല എന്നുള്ളതാണ്. പലപ്പോഴും വളരെ ആക്സിഡൻ്റലായിട്ട് കണ്ടുപിടിച്ചു പോകുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ പൊളിഞ്ഞ് വരുന്നത്. പിന്നെ വിലക്കെടുക്കുക എന്നുള്ളത് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു.
വർത്തമാനം പറയുന്ന ഏതൊരാളെയും അയാളുടെ വർത്തമാനത്തെ എന്താ പറയുക ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പാർട്ടിയുടെ ഗവൺമെന്റിന്റെ PR, ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു PR വർക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഞാൻ ചെയ്യുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് പ്യുവർലി ഫോർ ബിസിനസ്. ഒരു പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് അതെൻ്റെ മേഖലയുമല്ല. സംസാരിക്കുന്നത് വളരെ പൊളിറ്റിക്കലായ ബോധ്യത്തിൻ്റെ പേരിലാണ്. പക്ഷേ എന്നെപ്പറ്റി ഇപ്പോൾ രാജു പി നായർ അല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറയുന്നത് പെയ്ഡ് PR വർക്ക് എന്നാണ് പറയുന്നത്. അത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ MV ജയരാജൻ പറഞ്ഞ കാര്യം അതല്ല. പല പേജുകളും പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അഥവാ പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പാർട്ടി അനുഭാവികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി അവെയർ ആവേണ്ടതുണ്ട്. ഇപ്പോഴെങ്കിലും പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയെ തിരിച്ചറിയുകയും പറയുകയും ചെയ്തത് നല്ല കാര്യമാണ്. പുതിയ കാലമാണ്, പുതിയ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നല്ലതാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടതുമുണ്ട്. ആ കാര്യത്തിൽ ഇടതുപക്ഷം കൃത്യമായ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്, അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. അതിലേക്ക് പോകാൻ ഈ ചർച്ച ഉപകാരമായാൽ അത് പോരാളി ഷാജിയുടെ പേരിലായിരുന്നാലും സഖാവ് MV ജയരാജൻ്റെ പേരിലായിരുന്നാലും രാഹുൽ പറഞ്ഞതുപോലെ അത് പോസിറ്റീവായ കാര്യമാണ്. പരിഹാസവും വിമർശനവും ഒക്കെയാണ്, പക്ഷേ അത് അതിരുവിടരുത്. രാജു പി നായർ പറഞ്ഞൊരു ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചെയ്ത ഏറ്റവും വലിയ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ആ ഉസ്മാൻ വീഡിയോ എന്നുള്ളത്. നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ വാസ്തവം എന്നുള്ളത്. മീഡിയ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ പ്ലാൻ ചെയ്ത കുക്കപ്പ് ചെയ്ത എന്താ പറയുക ഒരു പെയ്ഡ് സ്റ്റോറി ആയിരുന്നു അത്. ബാക്കി നേതാക്കന്മാരെല്ലാം ചെസ്സ് കളിക്കുന്നു, രമേശ് ചെന്നിത്തല മാത്രം രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ എന്താ പറയുക ആകുലതയോടെ ഇരിക്കുന്നു. പക്ഷെ അത് പൊളിഞ്ഞുപോയി. കാരണം ഫോൺ ചെയ്യുന്നതിൽ അപ്പുറത്ത് ആളുണ്ട് എന്ന് തോന്നിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അത് പൊളിച്ചടക്കിയത് റിയാസ് സിഗൽ എന്ന് പറഞ്ഞ സൗദിയിൽ ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന, ട്വിറ്ററിൽ എഴുതുന്ന ഒരു ചെറിയ ഒരു കൊടുങ്ങല്ലൂരുകാരനാണ്. നിങ്ങൾക്ക് ഭയങ്കരമായ പ്രശ്നം. അങ്ങനെ പല ആളുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് UDF വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ലെഫ്റ്റിന് വേണ്ടി എഴുതുന്ന എല്ലാവരും പറയുന്ന, ഞാനടക്കം ഉള്ള ആളുകൾ പറയുന്ന എല്ലാ വാക്കുകളും നല്ലതാണെന്നോ എല്ലാം പെർഫെക്റ്റ് ആണെന്നോ എന്നല്ല കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഇനി പിറകോട്ട് പോകുക എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇടതുപക്ഷം അതും കൂടി ചെയ്യേണ്ടതുണ്ട്, ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ SK സജീഷ് സൂക്ഷ്മമായ പരിശോധന നടത്തുമെന്ന് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തുറന്ന പരിശോധനയ്ക്ക് നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായി തയ്യാറുണ്ടോ? ഇപ്പോൾ സൈബർ സ്ട്രാറ്റജി പിഴച്ചുപോയി, കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ്, ന്യൂനപക്ഷ വോട്ടുകൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷത്തേക്ക് കേന്ദ്രീകരിച്ചു, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പറയാവുന്ന എക്സ്ക്യൂസുകളാണ്. അതിനപ്പുറത്തുള്ള ആഴത്തിലുള്ള പരിശോധന ഈ സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നുണ്ടോ, അതിന് സർക്കാരിൻ്റെയോ സർക്കാരിനെ നയിക്കുന്നവരുടെയോ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ടോ, ആ തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് പോകാൻ CPM-ന് പറ്റുമോ? നേരെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഒന്ന്, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ഏതായാലും മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ അഭിലാഷ് മോഹന് കുറേയെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനാധിപത്യപരമായി കൃത്യമായ പരിശോധന നടത്തുകയും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമെല്ലാമായി ഓരോ ഘട്ടത്തെയും അഭിമുഖീകരിക്കുകയും അതിനനുസരിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ മറ്റ് പാർട്ടികളെയെല്ലാം പരിശോധിക്കുമ്പോൾ ആ പാർട്ടികൾക്കെല്ലാം നോമിനേഷനും മറ്റു രീതിയിലുമെല്ലാം തെരഞ്ഞെടുപ്പുകളും മറ്റും നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ പ്രാഥമിക ഘടകമായ ബ്രാഞ്ച് മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള എല്ലാ ഘടകങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുകയും കൃത്യമായി ഇടവേളകളിൽ ഒരു മുടക്കവുമില്ലാതെ സമ്മേളനം നടത്തുകയും ചെയ്യുകയും ആ സമ്മേളനത്തിൽ ഇഴകീറിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായാലും ഏത് ഘട്ടത്തിലായാലും കൃത്യമായ പരിശോധന നടത്തുമെന്നും ആ പരിശോധന അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്നും അറിയാവുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർദ്ധിത വീര്യത്തോടുകൂടി ജനപക്ഷത്ത് നിന്ന് തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിനും CPM-നും സാധിച്ചത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ രീതി തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചില കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പോകേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ രാജു പി നായർ ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ അവരെന്തോ വളരെ മാന്യമായ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ രാജു പി നായർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ പ്രമുഖ നേതാവും മുൻ KPCC-യുടെ പ്രസിഡന്റുമായിരുന്ന ശ്രീ VM സുധീരൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനെൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്, കാരണം ഈ കോൺഗ്രസിൻ്റെ സൈബർ ഗുണ്ടകളെ കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പുറത്ത്
VT ബൽറാം എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ MLA അദ്ദേഹം AKGയെ വളരെ മോശമായി വിമർശിച്ചപ്പോൾ ഒരു സീനിയർ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് MM ഹസൻ അതിനോട് അത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ MM ഹസനാണ് പുതുതായി ഒരു ടാഗ് ലൈൻ ഇട്ട് കോൺഗ്രസിൻ്റെ ഈ സൈബർ രംഗത്തുള്ള ആളുകൾ ഓടിച്ചത്. ഓർമ്മയുണ്ടോ? എന്താണ് ഓട് ഹസൻ കണ്ടം വഴി എന്ന് പറഞ്ഞിട്ട് OKKV എന്ന് പറഞ്ഞിട്ട് MM ഹസനെതിരായിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾ വലിയ പ്രചാരണം നടത്തി. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഔദ്യോഗിക രംഗത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രീമതി ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ EP ജയരാജൻ സഖാവിൻ്റെ ഭാര്യയുടെ തല വെട്ടി മാറ്റി പകരം ഒരു വിവാദ നായികയുടെ തല വെച്ച് പ്രചരിപ്പിച്ചതും മോർഫിംഗ് നടത്തിയതും നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതിലേക്കൊന്നും വിശദമായി കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ സൈബർ രംഗത്ത് ഇടപെടുമ്പോൾ സഭ്യതയും മാന്യതയും പുലർത്തണം എന്ന് കോൺഗ്രസിന് അഭിപ്രായം പറയാം. അഭിപ്രായം പറയുന്നതിന് ഞങ്ങളൊട്ടും നിങ്ങളെ വിമർശിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ശ്രീ VD സതീശൻ്റെ വെരിഫൈഡ് പേജിൽ നിന്നാണ്, സാധാരണ പേജല്ല, വെരിഫൈഡ് പേജാണ്, അംഗീകരിക്കപ്പെട്ട പേജിൽ നിന്നാണ് ഈ കേരളത്തിൽ ശ്രീ രാജു P നായർക്കോ എനിക്കോ നിങ്ങൾക്കാർക്കെങ്കിലും പുറത്തു പറയാൻ വേണ്ടി പറ്റാത്ത തെറി പുറത്തേക്ക് വന്നത് എന്നതും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ രീതിയിലല്ല കാര്യങ്ങളെ കാണേണ്ടത്. നമ്മൾ വിമർശനപരമായിട്ടാണ് കാര്യങ്ങൾ പരിശോധിക്കുന്നതെങ്കിൽ വിമർശനപരമായി അത്തരം കാര്യങ്ങളെ കാണാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ പുലർത്തിയുള്ളൊന്നും കാര്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിർവഹിച്ച് കളയാം എന്ന് കരുതിയാൽ എങ്ങനെയാണോ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില പിടുത്തം അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയക്കകത്തും അതിൻ്റെ മുതലാളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭരണകൂടത്തിന് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും എന്നതുകൂടി കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഈ അവകാശം ജനങ്ങൾക്കില്ലല്ലോ. കാശ്മീരിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. പല സ്ഥലത്തും, മണിപ്പൂരിൽ പറ്റിയിരുന്നോ? പല സ്ഥലത്തും പറ്റില്ല. അതെല്ലാം ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന നിലയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റീച്ചിൻ്റെ കാര്യം ഉൾപ്പെടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അതിൻ്റെ മുതലാളിമാർ, അതിൻ്റെ ഉടമസ്ഥർ അവർക്ക് താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം എന്നതും നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയെ കാണുന്നത് എന്താണ്? ഇവിടെ രാജു P നായരൊക്കെ പറയുകയാണ് എന്താണ് പാർട്ടി ഇരുമ്പ് ചട്ടക്കൂടിനകത്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാനൊരു പാർട്ടി അംഗമാണ്. ഞാൻ പാർട്ടി അംഗമായി നിൽക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറത്ത് പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കും എന്ന് പ്രതിജ്ഞ നൽകിയിട്ടാണ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ പാർട്ടി അംഗങ്ങളായ ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് പാർട്ടി അംഗങ്ങൾ പോകുന്നത്. എന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുകയും അവർക്ക് പാർട്ടിയുടെ ആശയവും കാഴ്ചപ്പാടും ഓരോ ഘട്ടത്തിലും സ്വീകരിക്കുന്ന നിലപാടുകളും വ്യക്തമായി അറിയാതിരിക്കുകയും അതിൽ നിന്നുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും അത് പാർട്ടിയുടെ അഭിപ്രായമായി പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രശ്നത്തെ എന്ത് ചെയ്യണം? തുറന്നു കാണിക്കപ്പെടണം. പിന്നെ നമ്മൾ ഈ നിലയിലൊക്കെ കാണുമ്പോൾ ഇവിടെ ചില തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. അതായത് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ തന്നെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് എത്രയെത്ര വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുക എന്താണ്, മാതൃഭൂമി ന്യൂസ് തന്നെ ബോധപൂർവം നമുക്കെതിരായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇങ്ങനെയും പറഞ്ഞു കളയും എന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് അത് അങ്ങനെ തന്നെയാണെന്ന് കരുതും. ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും. അത് ഞങ്ങളുടേതല്ല. നമുക്കറിയാമല്ലോ. മാത്രമല്ല വിവിധ മാധ്യമങ്ങളുടെ ലോഗോയും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ വെച്ച് പലതരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ അത് തന്നെയാണ് ശ്രീ അഭിലാഷ്, അത് തന്നെയാണ് താങ്കൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഉത്തരമുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്കൾ തന്നെ പറഞ്ഞു ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ ഞാനും എടുക്കുകയാണ്. അതായത് ഒരു ചുവന്ന പ്രതലമോ അല്ലെങ്കിൽ അതിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ചിത്രമോ വെച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്തുമ്പോൾ അതാർക്കും സാധ്യമാണ്. നേരത്തെ ശ്രീ പ്രേംകുമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നന്നായി അതിന് സാധിക്കുക എങ്ങനെയാണ്? അടിക്കുമ്പോൾ അടുത്ത് നിന്ന് അടിക്കാനാണ് സുഖം. ഒരു കണ്ടന്റ് എപ്പോഴും ആ കണ്ടന്റ് നമ്മൾ പൂർണ്ണമായും വായിക്കണം. ആ വാക്കുകളുടെ ഇടയിൽ ഒരു വാക്ക് മതി ആ പൂർണ്ണമായിട്ടുള്ളതിൻ്റെ അർത്ഥതലത്തെ മാറ്റിക്കളയാൻ. ആ രീതിയിൽ അർത്ഥതലത്തെ മാറ്റിക്കാനും വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമെല്ലാം ബോധപൂർവമായ പരിശ്രമമുണ്ട്. ഇവിടെ ഈ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം മുക്താണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. അപ്പുറത്ത് പോരാളി വാസുണ്ട്, പിന്നെ കുഞ്ഞച്ചനുണ്ട്. ഈ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട്
ശ്രീ രാജു പി നായരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണ് ജനാധിപത്യപരമായി സൗഹാർദ്ദപരമായി അല്ലെങ്കിൽ ശരിയായി വിശകലനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന പോലെ വിമർശനവും സ്വയം വിമർശനവും കൂടി നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കുള്ള പ്രശ്നം സ്വയം വിമർശനം എന്ന പരിപാടിയില്ല. ഞങ്ങൾ സ്വയം വിമർശനത്തിന് കൂടി വിധേയമായി തിരുത്തുന്നവരാണ്. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് സ്വയം വിമർശിച്ച് അതിന് തിരുത്താൻ കൂടി തയ്യാറാകും. ആ വ്യത്യസ്തത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അവിടെ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുള്ളത് ശ്രീ രാജു പി നായർ ഈ സൈബർ ബുള്ളിങ്ങിന് പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. എല്ലാ പാർട്ടിക്കാരിലും സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പോരാളി ഷാജി ഇടതുപക്ഷമാണെങ്കിൽ പോരാളി വാസു നിങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല, നോക്കൂ, IT സെല്ലുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ സജീഷ് പറയാത്തൊരു കാര്യം ഞാൻ പറയാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ അങ്ങേയറ്റം അസഭ്യമായ അശ്ലീലമായ കാര്യങ്ങൾ ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്തിട്ട്, ഭാരവാഹിയാണ് യൂത്ത് കോൺഗ്രസിന്റെ, അയാൾ അത് ചെയ്തു. അയാളെ ഫൈനലി പിടിച്ചു. ആ പിടിച്ച ആളെ മഹാനാക്കുകയും അയാളുടെ കേസ് ഞങ്ങൾ ജാമ്യം എടുത്തു എന്ന് നിങ്ങളുടെ IT സെല്ലിന്റെ തലവൻ തന്നെ പ്രഖ്യാപിക്കുകയും വലിയ ആഘോഷമാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകൾ ഞങ്ങളുടെ ഹീറോക്കളാണ്, ഞങ്ങളുടെ വാരിയേഴ്സാണ് എന്ന് അഭിമാനിക്കുകയും അഭിരമിക്കുകയും ചെയ്യുന്നവരിൽ നിങ്ങളും ഉണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ വിഷയത്തിൽ അമ്പു കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെയാണ്. അഭിലാഷ്, സജീഷ് എനിക്ക് തോന്നുന്ന ഒരു മുൻവിധിയോട് കൂടിയാണ് ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞപ്പോൾ കേട്ടത് തോന്നുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എല്ലാ പാർട്ടിയിലുണ്ട്, കോൺഗ്രസിലെ ആൾക്കാരിലും ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളെ വിമർശിച്ചുകൊണ്ട്, നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് ഇടപെടുന്നവരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സജീഷ് എങ്ങനെയാണ് ഞാനത് പറഞ്ഞില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ അമ്പ് കൊണ്ടില്ല എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രശ്നം ഇവരെ സംരക്ഷിക്കുന്നതാണ്. ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല, ഞാനത് ഉണ്ടെങ്കിൽ ഞാൻ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. അതിനകത്ത് ഞാൻ ആരും പിന്തുണയ്ക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ നോക്കൂ, ഈ പാർട്ടി ഇപ്പം നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന, പരസ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ക്യാപ്സ്യൂള്. ഈ ക്യാപ്സ്യൂൾ എന്നുള്ള വാക്ക് വന്നത് എങ്ങനെയാണ്? EP ജയരാജൻ ഒരു യോഗത്തിൽ വെച്ച് CPM-ന്റെ ആൾക്കാരോട് നിങ്ങൾ പറയേണ്ട, ക്ഷമിക്കണം MP ജയരാജൻ ഇദ്ദേഹത്തിന്റെ തന്നെയാണ്, ഇപ്പൊ കഥാപാത്രമായിരിക്കുന്ന ആൾ തന്നെയാണ്. ഒരു യോഗത്തിൽ വെച്ച് ഈ ക്യാപ്സ്യൂൾ ഞങ്ങൾ അങ്ങോട്ട് തരും, അത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തോണം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ക്യാമ്പയിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ക്യാപ്സ്യൂളിന്റെ ഇൻവെൻഷൻ നടത്തിയ ആളല്ലേ ഇന്ന് പത്രസമ്മേളനം നടത്തി ഇത് പറയുന്നത്. പിന്നെ ഇവര് ഈ സംരക്ഷിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്തായാലും ശ്രീ സജീഷ് VD സതീഷിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അതിനകത്ത് 1 മിനിറ്റ് പറയണം, കാരണം പറഞ്ഞു പോകുമ്പോൾ എനിക്ക് പറയാതെ കഴിയില്ല. ഒന്ന്, ആ വിഷയം ഉണ്ടായപ്പോൾ ശ്രീ VD സതീശൻ പറവൂര് SP-ക്ക്, ആലുവ SP-ക്ക് പരാതി കൊടുത്തിരുന്നു. എന്തായി സജീഷ് അതിൻ്റെ അന്വേഷണം? CPM-ന്റെ ഗവൺമെന്റ് അല്ലേ, പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലേ, എന്തുകൊണ്ടത് അന്വേഷിച്ചില്ല? ഇനി രണ്ടാമത് ഇതിനകത്ത് പറഞ്ഞ ഒരു സംഭവത്തിലുള്ള ആള്, അയാൾ പോയിട്ട് പറവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. എന്തേ ആ പരാതി ഇത് ചെയ്ത് കണ്ടിട്ടില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അന്വേഷിക്കാൻ കഴിയാഞ്ഞത്? ഇനി ഞാൻ നോക്കൂ അഭിലാഷേ, അത് തന്നെ ഒരു ക്യാമ്പയിനായിരുന്നു. അതൊരു ക്യാമ്പയിൻ LDF-ന്റെ CPM-ന്റെ ക്യാമ്പയിൻ ആയിരുന്നുള്ളതിന് ഏറ്റവും വലിയൊരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെളിവ് ഞാൻ പറയാം. ആ സ്ക്രീൻഷോട്ട് VD സതീശൻ ഇട്ടു എന്ന് പറയുന്ന ആ കമന്റ്, അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന കമന്റ് കഴിഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്നൊരു സ്ക്രീൻഷോട്ടായിട്ടാണ് വരുന്നത്. VD സതീശനെ പോലെ അന്നത്തെ ഒരു MLA ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു പേജിൽ അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സ്ക്രീൻഷോട്ടുകൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങും? അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ സജീഷിന്റെ അഭിപ്രായം ചോദിക്കുന്നില്ല, പക്ഷെ അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നേ വരെ അതിനകത്ത് ഒരൊറ്റ സ്ക്രീൻഷോട്ട് അല്ലാതെ പല സ്ക്രീൻഷോട്ടുകൾ കണ്ടിട്ടുണ്ടോ? ഓരോ ഫോണിന്റെ സെറ്റിംഗ് അനുസരിച്ച് പല രീതിയിലുള്ള ഇമേജ് ഉണ്ടാവണം. ഈ നിമിഷം വരെ ഒരൊറ്റ സ്ക്രീൻഷോട്ട് ഇമേജ് മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ സ്മിയർ ക്യാമ്പയിൻ ആയിരുന്നുള്ളതിന്റെ തെളിവല്ലേ? എന്തെങ്കിലും അന്വേഷണം നടത്തി അതിന്റെ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഈ വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ പ്രയോഗം നടത്തി. ആ കാഫിർ പ്രയോഗം നടത്തിയൊരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നു. ആദ്യമായിട്ട് ആരോപണം കൊണ്ട് ഗുണമുണ്ടായാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ അതിനെതിരാക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് പോയിട്ട് പോലീസിൽ പോവുകയാണ്, എനിക്കെതിരെ നടപടിയെടുക്കൂ. ഹൈക്കോടതിയിലേക്ക് പോവാണ്, എനിക്കെതിരെ നടപടിയെടുക്കൂ. എന്തേ? മാസം 1.5 കഴിഞ്ഞില്ലേ? ഇതുവരെ ആ കാഫിർ പ്രയോഗത്തിൽ നിങ്ങൾക്ക് അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല. എന്തേ ഇതുവരെ അതിന്റെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല? നിങ്ങൾ എത്ര കേസുകൾ പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിൽ എത്രയോ പേർക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പുറത്തുള്ള പ്രവർത്തകർ ഉൾപ്പെടെ പിണറായി വിജയനെതിരെ പ്രതികരണം നടത്തിയതിന്റെ പേരിൽ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. VD സതീഷിനെതിരെയും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും എത്ര പരാതി കേരളത്തിൽ പിണറായി വിജയന്റെ മുന്നിലേക്ക് വന്നു? ഒരൊറ്റ പരാതിയിൽ കേസെടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ?
അപ്പൊ ഇതിനെല്ലാം തെളിവ് നിങ്ങൾ ഊട്ടി വളർത്തിയ പാമ്പിൻ കൂട്ടം സമൂഹ മാധ്യമങ്ങളുണ്ട്. സജീഷ് ഒന്ന് മനസ്സിലാക്കിക്കോ, പാമ്പിനെ നിങ്ങൾ വളർത്തിയാൽ അത് പുറത്തുള്ളവരെ അല്ല നിങ്ങളെയും കടിക്കും. ആ നിങ്ങളെയും കടിക്കുന്ന സമയമാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ആ സമയം എത്തിയതിന്റെ കാരണം നിങ്ങൾക്കുള്ള പ്രശ്നം ഇപ്പൊ സ്വയം വിമർശനത്തിന്റെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പുനരവലോകനത്തിന്റെ പ്രശ്നമൊന്നുമല്ല. അധികാര കേന്ദ്രത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നു. അധികാര കേന്ദ്രത്തിനെതിരെ വിമർശനം ഉയരുമ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് പോരാളി ഷാജിയെ പോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് ഇല്ലാതെയാക്കണം. അത് ഇവരുടെ സ്ഥിരം തന്ത്രമാണ്, ഉന്മൂലന സിദ്ധാന്തമാണ്. അങ്ങനെ പറയുന്നവരെ വിശ്വാസ്യത കളഞ്ഞ് ഇല്ലാതെയാക്കണം. എന്താ ഇത്ര നാളായിട്ട്, എത്രയോ വർഷങ്ങളായി പോരാളി ഷാജിയുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്നല്ല? നിങ്ങൾ പോരാളി ഷാജികളുടെ പോസ്റ്റുകൾ മുഴുവൻ നിങ്ങളുടെ നേതാക്കന്മാർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോ നിങ്ങൾക്ക് ഇവരുടെ അഡ്മിന്റെ ഐഡന്റിറ്റി അറിയണ്ടായിരുന്നല്ലോ. എന്താ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് നിങ്ങളുടെ നേതൃത്വത്തിനെതിരെ ഒരു പോസ്റ്റ് വന്നപ്പോൾ മാത്രം ഇതാരാണ് ഇതിന്റെ അഡ്മിൻ എന്നുള്ള അന്വേഷണമുള്ള യാത്ര എന്താ? ആ യാത്രയുടെ എല്ലാം കാര്യം ഒറ്റ കാര്യമുള്ള അഭിലാഷ്, ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈനും ഓഫ്ലൈനായിട്ട് ഇവർക്ക് ഒറ്റ കാര്യമുള്ളൂ. പിണറായി എന്ന് പറയുന്ന ഏകാധിപതിയെ, ആ ഭരണത്തെ ചോദ്യം ചെയ്യാൻ ഒരാളും മുതിരരുത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ബഷീർ വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ഒരു പോസ്റ്റ് ഇട്ടു. ഈ അധികാര കേന്ദ്രത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പോയി നോക്ക്. ആ പോസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന CPM അനുകൂലികൾ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളൊന്ന് പോയി നോക്ക്. ഇതിനൊത്ത ഞാൻ പറഞ്ഞില്ലേ, അധികാര കേന്ദ്രത്തെ ചോദ്യം ചെയ്താൽ CPM അവരുടെ തനി നിറം പുറത്തെടുക്കും. അത് നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസ്യത നശിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും. അതിനപ്പുറം മറ്റൊന്നുമില്ല. നിങ്ങൾ VD സതീശനെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുന്നവരാണ്. നിങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉന്നയിച്ചിട്ടുണ്ട്, നിങ്ങൾ പലർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾക്കൊന്നും പാർട്ടി പിന്തുണ കൊടുത്തിട്ടില്ല. ഒരാളെയും അനുകൂലിച്ചുകൊണ്ട് പാർട്ടി എടുത്തിട്ടില്ല. അവിടെ പ്രവർത്തകർ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താ, അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ പോലീസ് നടപടിയെടുക്കട്ടെ. പോലീസ് നടപടിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ പോലീസ് നടപടി എടുക്കുന്നില്ല എന്നും അത് പലപ്പോഴും ഏകപക്ഷീയമാവുന്നും ഇടയ്ക്ക് സ്മിയർ ക്യാമ്പയിന് നിങ്ങളുടെ പോലീസ് തന്നെ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ജാമ്യം വാങ്ങിച്ചു കൊടുത്തത്, ഞങ്ങൾ ജാമ്യം വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതൊക്കെ ഔദ്യോഗിക കോൺഗ്രസ് സംവിധാനമാണ്, നിങ്ങളുടെ IT സെല്ലാണ്. അത് താങ്കൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇനിയും പരിശോധിക്കാം. ഓക്കെ, സരിൻ IT സെല്ലിന്റെ കൺവീനർ അല്ലേ സരിൻ? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്കാര്യം. ഞങ്ങൾ ഇതാ ജാമ്യം എടുത്തിരിക്കുന്നു, ഞങ്ങൾ ഈ കേസിനെ പൊളിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പരിശോധിക്കാം. ഓക്കെ, ഫൈൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ ഒന്ന് നേരത്തെ മാനായി വന്ന മാരീജന്റെ കാര്യം പറഞ്ഞല്ലോ, ആരെന്ത് എന്ന് സത്യത്തിൽ വലിയ പിടിയൊന്നുമില്ല. ഇപ്പോ വലിയ തോതിൽ ഇപ്പോ ഒരു കുരുക്ഷേത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാവിക്കൊടിയിട്ടുള്ള ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ പല ആളുകൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടോ, സംഘികൾ എന്ത് മണ്ടന്മാരാണ്, സംഘികൾ പറയുന്നത് കേട്ട്. യഥാർത്ഥത്തിൽ അതൊരു പാരഡി അക്കൗണ്ടാണ്, സഞ്ജീവിനി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് മുമ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇത് പറഞ്ഞ പോലെ ഇപ്പോൾ പോരാളി ഷാജി എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റേതെന്നോ CPM-ന്റേതെന്നോ തോന്നിക്കാവുന്ന എന്തും ഉണ്ടാക്കാം, അതുവഴി പ്രചരിപ്പിക്കാം. എന്നിട്ട് ഇതാ ഇപ്പോൾ കാഫിർ പരാമർശം ഫോർ എക്സാമ്പിൾ, അങ്ങനെ ധാരാളം വ്യാജങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നൊരു ചതിക്കുഴി ഇതിനകത്തുണ്ട്. പല നിഷ്കളങ്കരായ ആളുകളും വീഴുകയും ചെയ്യും. അപ്പോൾ CPM നേതാക്കൾക്കാവട്ടെ, കോൺഗ്രസ് നേതാക്കൾക്കാവട്ടെ, ഇനി BJP നേതാക്കൾക്കാവട്ടെ, ഇപ്പോഴാണോ ഇതൊരു പോസ്റ്റ് ട്രൂത്ത് കാലമാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊരു അപകടമാകുമെന്നൊരു തിരിച്ചറിവൊക്കെ വരുന്നത്? രണ്ട് കാര്യമാണ്. ഇത് ഇൻഫർമേഷൻ ഏജ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇത് മിസ്ഇൻഫർമേഷൻ ഏജുമാണ്. ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുമ്പോൾ മിസ്ഇൻഫർമേഷനും ആകും, ഇൻഫർമേഷനും ഇന്റർപ്രിട്ടേഷനും സ്ഥിരം വരും. അപ്പം നമുക്കെല്ലാം ഈ കോൺസ്പിറസി തിയറി ഉണ്ട്. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞൊരു കോൺസ്പിറസി തിയറി ഞാൻ പറയാം. അതായത് മാതൃഭൂമി എന്ന വലതുപക്ഷ ചാനലിലെ അഭിലാഷ് എന്ന ചുവന്ന ഡ്രസ് ഇട്ട് താൻ ലിബറലാണ്, മതേതരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തി മനഃപൂർവ്വം CPM-നെ ആക്രമിക്കാനും ക്രൂശിലേറ്റാനും വേണ്ടിയാണ് ഈ ചർച്ച നടത്തുന്നത് എന്നൊരു കോൺസ്പിറസി തിയറി ഉണ്ടാക്കിയാൽ നമുക്കത് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ശ്രീ MV ജയരാജന്റെ പോസിറ്റീവായിട്ട് എടുത്താൽ എല്ലാ പാർട്ടികളും ഒരു സെൽഫ് ക്രിട്ടിക്കലായി നോക്കണം. നമുക്കെല്ലാം അല്ല അറിയാം. ഞാൻ പ്രേംകുമാറിനെ കോട്ടയം പറഞ്ഞു, എനിക്കറിയാം. ഞാൻ വിചാരിക്കായിരുന്നു മാതൃഭൂമിയെ വലതുപക്ഷ ചാനൽ എന്ന് വെച്ചാൽ എന്നെയൊക്കെ എന്ത് വിളിക്കുമെന്ന്, അതായത് എന്നെയൊക്കെ എന്ത് വിളിക്കുമെന്ന് ഞാൻ വിചാരിക്കായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ മാതൃഭൂമി ആണെങ്കിലും മനോരമയാണെങ്കിലും ഇന്ത്യ ടുഡേ ഒരു സെൻട്രസ്റ്റ് സ്പേസിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ചാനൽ നമ്മുടെ നാട്ടിലുണ്ട്. അത് അങ്ങനെ തന്നെ വേണം താൻ. പക്ഷേ പ്രശ്നമൊന്നും, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങൾ കാണും, പക്ഷം കാണും. പക്ഷേ എന്നാലും ഒരു ഒബ്ജക്റ്റീവ്, നിഷ്പക്ഷമല്ല, ഒബ്ജക്റ്റീവ് സ്പേസ് നിൽക്കണം എല്ലാ ചാനലുകളും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ തന്നെ ആവണം. അപ്പോൾ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമുക്ക് സെൽഫ് ക്രിട്ടിക്കലായി ഇത് കാണാൻ കഴിഞ്ഞാൽ ശ്രീ MV
ജയരാജൻ ഉയർത്തിവിട്ട ആശയം നല്ലതാണ്. ഇപ്പം ഞാൻ ഞങ്ങളുടെ വലതുപക്ഷത്ത് നിന്ന് രസകരമായ ഒരു കാര്യം പറയാം. ഈ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഒരിക്കലും പറ്റാത്തതും ഒരുപക്ഷെ അവർ ഇതുവരെ സ്വപ്നം കാണാത്തൊരു കാര്യമാണ്. അതായത് ഈ ഹിന്ദുത്വ ഇസ്ലാമിസ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന് ബാക്കിയുള്ളവരെ ആക്രമിക്കുന്നതിന് പകരം മാറി നിന്ന് സ്വയം ആക്രമിക്കും. അത് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വ ഹാൻഡിലും തീവ്ര ഇസ്ലാമിസ്റ്റ് ഹാൻഡിലും രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മറ്റേ സംഘടനയുടെ പേരിൽ ഈ സമുദായത്തിനെതിരെ പറയും, ഞങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും ഹൈഫൺ മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ പോസ്റ്റ് എഴുതി പ്രചരിപ്പിക്കും. ഭയങ്കര കോമഡിയാണ് കാണാൻ. ഇതുപോലെ തന്നെ തിരിച്ച്, അതായത് ഞങ്ങൾ നിങ്ങളുടെ അമ്പലങ്ങൾ തകർക്കും എന്ന് പറഞ്ഞ് അവർ പോസ്റ്റ് എഴുതും. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പോസ്റ്റ് എഴുതിയിട്ടാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. അതായത് ഈ ഏതോ അതിനെക്കുറിച്ച് ഒരു ട്രോളും ഉണ്ടായിരുന്നു. ക്രിസ്റ്റഫർ നോളൻ പോലും പേടിക്കുന്ന രീതിയിലാണ് ഇവരുടെ സ്ട്രാറ്റജി. മനഃപൂർവ്വം ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാൻ. ഇത് തമാശ മാത്രമല്ല, സീരിയസ് ആയി ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മകുമാർ സാർ, CPM-ലെ പത്മകുമാർ സാർ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പം അയ്യപ്പനെ കുറിച്ച് വളരെ മോശമായിട്ടൊരു ട്രോള് ഒരു ക്രിസ്ത്യൻ പേജിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞൊരു വന്നു. നടന്ന സംഭവമാണ്. അദ്ദേഹം എന്നോടൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചു. കണ്ടപ്പം ഞാനും സാറും ഒരുമിച്ച് പറഞ്ഞു, ഇത് ഉറപ്പാണ്, ഇത് നമ്മുടെ സമുദായത്തിൽ ആരോ ചെയ്തിരിക്കുന്നതാണ്. മനഃപൂർവ്വം ഹിന്ദുക്കളെ അവരെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയാൻ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. രാവിലെ ഒരു പണിയില്ലാതെ എങ്ങനെ സാമുദായിക രാഷ്ട്രീയ സ്പർദ്ധ ഉണ്ടാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ചാനലിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ സ്പേസ് കിട്ടുന്ന നമ്മളടക്കമുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടത്, നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പം ഈ അണികളെ എനർജൈസ് ചെയ്യാൻ മാത്രമാവരുത്. എപ്പോഴും നമ്മുടെ ഉദ്ദേശം എന്താ? എതിർപക്ഷത്തെ ആരെങ്കിലും എയറിൽ കയറ്റണം. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് നേരെ വന്ന് MV ജയരാജനെ നേരെ ആക്രമിച്ച് MV ജയരാജനെ എയറിൽ നിർത്തി എന്ന് പറയുന്ന രണ്ട് സാധനം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഷെയർ ചെയ്യാൻ. ആത്യന്തികമായി ഷെയറും ലൈക്കിനും വേണ്ടി മാത്രം നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത യൂസ് ചെയ്യരുത്. ചിലപ്പോൾ ഒക്കെ അങ്ങനെ വേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി ചില കാര്യങ്ങൾ പറയും. നേരത്തെ ശ്രീ രാജു പി നായർ 30 സെക്കൻഡ് ചോദിച്ചു. അങ്ങനെ അഭിലാഷിനോട് ഞാൻ ചോദിച്ചത് കാരണമാണ് ശബരിമല പ്രക്ഷോഭത്തിൽ ഇത്ര ആളെ കൂട്ടാൻ കഴിഞ്ഞത്. അതൊരു വലിയ ഓളമായിട്ട് മാറി. അപ്പം നാച്ചുറലി വരുന്നത് വരാം. കുറേയൊക്കെ പ്ലേയിങ് ഫോർ ദി ഗാലറി ആവും. അതിനൊന്നും തെറ്റില്ല. കാരണം നമ്മുടെ അണികളെയോ നമുക്ക് താല്പര്യമുള്ളവരെ എനർജൈസ് ചെയ്യാൻ നിർത്തണം. പക്ഷേ അതിനുവേണ്ടി മാത്രം ആവരുത്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാം, അവർ ഈ പഞ്ച് ഡയലോഗ് പഠിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആ പഞ്ച് ഡയലോഗ് 2-3 പ്രാവശ്യം പറയും. എന്തിനാ ആഗ്രഹം എന്നറിയാമോ? ചാനൽ ചർച്ചക്കാർ അത് വെട്ടിയിടണം. അത് വെട്ടിയിടുമ്പോൾ ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. അത് സ്വന്തമായിട്ട് വെട്ടിയിടുന്നുണ്ടല്ലോ. അതുകൊണ്ട് സ്വന്തമായിട്ടും വെട്ടിയിടുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ച് ഡയലോഗ് നല്ലതാണ്, ഇല്ലെന്ന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിനുവേണ്ടി മാത്രമാകരുത് നമ്മളുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്. നമ്മുടെ തെറ്റുകൾ പറയാനും സെൽഫ് ക്രിട്ടിക്കലായി കാണാനും ഇങ്ങനെ ഇന്ന പോരായ്മകൾ ഉണ്ടെന്ന് കാണാനും, അങ്ങനെ ആവുമ്പോഴല്ലേ രാഷ്ട്രീയം കൂടുതൽ പ്രബുദ്ധമാകുക. അങ്ങനെ ആവുമ്പോഴല്ലേ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുക. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു ലൈൻ വേണം. ലക്ഷ്മണ രേഖ എന്നോ, ഇനി ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അല്ലെങ്കിൽ ആഡംസ് രേഖ എന്നോ, എന്ത് രേഖ പറഞ്ഞാലും അങ്ങനെ ഒരു ലൈൻ വേണം. ആ ലൈനിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ശരി, ഇവിടെ നോക്കൂ ശ്രീ ഡോക്ടർ പ്രേംകുമാർ. 2021 തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി. ഈ സംഭവത്തിന് ശേഷം പൊതുവിൽ ഇടതുപക്ഷ അണികൾ, ഞാൻ ഈ പറഞ്ഞ ഫേക്ക് ഹാൻഡിലുകളെ കുറിച്ചല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ ഇടപെടുന്ന അതിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. വലിയ തോതിൽ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള നിലയിൽ കാര്യങ്ങളെ കണ്ടു. എല്ലാ കാര്യങ്ങളോടും പുച്ഛം, ഒരു വിമർശനത്തെയും അംഗീകരിക്കില്ല, എല്ലാ വിമർശനങ്ങളോടും അസഹിഷ്ണുത. ഞങ്ങൾ ഒരു തരത്തിലും വിമർശിക്കപ്പെടേണ്ടവരല്ല, ഞങ്ങൾ ശരി മാത്രം ചെയ്യുന്നവരാണ്, ഞങ്ങളുടെ വിജയൻ സർക്കാർ ശരിയേ ചെയ്യൂ, ഞങ്ങളുടെ നേതാക്കൾ ശരിയേ ചെയ്യൂ എന്ന മട്ടിൽ ഉയർന്ന ചെറിയ വിമർശനങ്ങളെ പോലും ആക്രമിക്കാനും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ മോബ് ലിഞ്ചിങ് നടത്താനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടതിന്റെ കൂടി ദുരന്തം ഞാൻ മുമ്പ് സംസാരിച്ച വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ ദുരന്തം കൂടി ഇതിനകത്ത് കാണണോ? തീർച്ചയായിട്ടും ഞാനത് മുഴുവൻ നിഷേധിക്കുകയല്ല. അതിന് മുന്നേ 2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, അന്നത്തെ ആ കമൻറ്റ് VD സതീശൻ എഴുതിയതാവരുതേ എന്ന് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. പോലീസ് എൻക്വയറി നടത്തിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കപ്പെടരുതേ എന്ന്. ദേവീതി രാജു പി നായർ അതിൽ എന്താ പറയുക, ഇഫക്റ്റീവ് അല്ലാത്ത ന്യായങ്ങൾ പറയരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം രാജു പി നായർ പറയുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, VD സതീശൻ എഴുതിയ കമൻറ്റിൻ്റെ ഒരു ഒറ്റ സ്ക്രീൻഷോട്ടേ വന്നിട്ടുള്ളൂ. ഉദാഹരണത്തിന് 4 മിനിറ്റുകൾക്ക് ശേഷം. അതിനുശേഷം ഒറ്റ സ്ക്രീൻഷോട്ടും വന്നിട്ടില്ല എന്നാണ്. ആ സമയത്ത് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ക്രീൻഷോട്ട് കിട്ടില്ല നായർ. അതായത് 4 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ശ്രദ്ധിക്കുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുള്ളൂ. അല്ലെന്നേ, നിങ്ങൾ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ഒരൊറ്റ ക്ലാരിഫൈ ഞാൻ ഒരൊറ്റ സാറേ ഞാൻ ഒരു 10 സെക്കൻഡ് ശ്രീ പ്രേംകുമാർ, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ അതിനകത്തൊരു തെറി എഴുതിയാൽ 4 മിനിറ്റുള്ളിൽ ആയിരക്കണക്കിന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കും. പ്രതിപക്ഷ MLA ആയിരുന്ന VD സതീശൻ അത്തരത്തിൽ തെറി എഴുതിയിട്ട് 4 മിനിറ്റോട് ഒറ്റ ആളെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഇനി പ്രേംകുമാർ ആലോചിച്ച് നോക്കിക്കോളൂ. പ്രേംകുമാർ ഒരു തെറി എഴുതിയാൽ കോൺഗ്രസിന്റെ ആൾക്കാർ എത്ര പേര് വന്ന് സ്ക്രീൻഷോട്ട് എടുക്കും? എല്ലാ സ്ക്രീൻഷോട്ടും ഒരൊറ്റ ഫോണിലെ സെറ്റിംഗ് പോലെയാണോ വരിക? അല്ല, ഒന്നെന്താന്ന് വെച്ചാല് 4 മിനിറ്റ് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്തു, സംശയമൊന്നുമില്ല. പക്ഷെ 4 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഒറ്റ ആളെ എടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ?
അല്ല, ശരി, ഒറ്റ clear. ഒരാള് എന്ന് പറയാൻ പറ്റില്ല, 4 മിനിറ്റ് എന്ന് മാത്രമുള്ളതാണ്. അതിനുശേഷം ആ സമയത്തെ എടുത്തിട്ടുള്ളൂ എങ്കിൽ ഇതെല്ലാവരും എല്ലാം കണ്ടുകൊള്ളണമെന്ന് നമുക്ക് ലോജിക്കലി വാദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ന്യായം അല്ല പറയേണ്ടതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അഭിലാഷ് പറഞ്ഞ കാര്യത്തിൽ ഒരു പരിധി വരെ അതിൻ്റെ അകത്തൊരു വസ്തുതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2021 ഇലക്ഷനും തൊട്ട് മുമ്പത്തെ കാലത്ത് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും കേരളത്തിലെ മാധ്യമങ്ങളും UDF-ഉം എല്ലാം എത്ര മോശമായ, മ്ലേച്ഛമായ, അസത്യമായ ക്യാമ്പയിൻ ആയിരുന്നു ഇടതുപക്ഷത്തിനെതിരെ നടത്തിയത് എന്നുള്ളത് വളരെ തീവ്രമായ ഓർമ്മകളോടെ നിൽക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളതിൽ വളരെ കൂടുതൽ. എന്ത് തീവ്രം എന്ന് വരെയെന്നറിയോ? ഇപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. അതായത് LDF-ൽ വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന് അതിലുള്ള ഒരു കക്ഷിയായിട്ടുള്ള ശ്രേയംസ് കുമാറിന്റെ പാർട്ടി ശ്രേയംസ് കുമാർ പറയുന്നു. ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന എത്രയോ ആൾക്കാർ ഒന്ന് പോയി തരുമോ എന്ന് പറയുന്നത്. ഇവർ LDF-ന്റെ പൊളിറ്റിക്സ് എന്താ പറയുക ഉയർത്തിപ്പിടിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചാലാണ്. പക്ഷെ എന്താ പ്രശ്നം? അഭിലാഷ് അടക്കം മാതൃഭൂമി എപ്പോഴെങ്കിലും കൊടുക്കുന്ന വാർത്തകളും ചർച്ചകളും പിണറായി വിജയനോ CPM-നോ എതിരായിരുന്നു എന്ന് വെച്ചിട്ടാണ് ശ്രേയംസ് കുമാറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരു അതിന്റെ അപകടം. അപ്പൊ പിണറായി വിജയനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇപ്പൊ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതല്ലേ ഏത് മാധ്യമത്തിന്റെയും ജോലി. ഇപ്പൊ സർക്കാരിനെ കുറിച്ച് വിജയൻ മഹാനാണെന്ന് പറയാൻ സർക്കാരിന് PRD ഉണ്ടല്ലോ. അതല്ലാതെ ഇപ്പൊ മാതൃഭൂമിയോ മനോരമയോ ഏഷ്യാനെറ്റോ 24 ന്യൂസോ ഒന്നും അതിന് വേണ്ട. അപ്പൊ ഈ മാധ്യമങ്ങൾ വിമർശിക്കും. അതിന്റെ സ്വാഭാവികതയിൽ കാണാതെ അവൻ വിമർശിച്ചു കേട്ടോ, അവനെ കടന്നലുകൾ വെറുതെ വിടില്ല. ഇമ്മട്ടിൽ കഴിഞ്ഞ 3 കൊല്ലം പ്രവർത്തിച്ചതിന്റെ ദുരന്തമല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട് അഭിലാഷ്, നമുക്ക് ഇവിടെ വെച്ച് തീരില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു ബാർ മുതലാളിയാണെന്നുള്ള കാര്യം കേരളത്തിൽ ആരെങ്കിലും അറിയുമായിരുന്നോ? അറിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ചാനൽ അതിനെപ്പറ്റി ചർച്ച ഉണ്ടായിരുന്നോ? ജസ്റ്റ് ഇമാജിൻ, ഇത് സംഭവിക്കുന്നത് ഗോവിന്ദൻ മാഷിന്റെ മകനൊരു ബാറുണ്ടെന്ന് അറിയുകയായിരുന്നെങ്കിൽ, പിണറായി വിജയന്റെ മകനോ മകൾക്കോ ഒരു ബാറുണ്ടെന്ന് അറിയുകയായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്താവുമായിരുന്നു ചർച്ച തന്നെ ഷെയർ ചെയ്യുന്ന കാർഡുകൾ മാതൃഭൂമിയുടെയും മറ്റ് ചാനലിലൊന്നും വാർത്ത വരാഞ്ഞിട്ടാ? അഭിലാഷ് എന്ത് പറഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങൾ ന്യൂട്രൽ ആണ് എന്നുള്ള വാദം മാത്രം നിങ്ങൾ പറയരുത്. ന്യൂട്രാലിറ്റിയുടെ പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങൾ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായും വിമർശനത്തിന്റെ കുന്തമുന ആ സർക്കാരിലേക്ക് വരും. ഇപ്പൊ നിങ്ങൾ നാഷണൽ മീഡിയ സെനാരിയോ പറയുന്നത് എന്താ പറയാ? നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല, പകരം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. വിമർശിക്കേണ്ടത് നരേന്ദ്രമോദിയാണ്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം ഭരിക്കുന്നു. ഭരണാധികാരി സ്വാഭാവികമായും കൂടുതൽ വിമർശനങ്ങൾ നേരിടും. അല്ലാതെ അക്കൗണ്ടബിൾ ആക്കാൻ പോകുന്ന പ്രതിപക്ഷമല്ല. ഇവിടെയും സ്വാഭാവികമായും പിണറായി വിജയനും ഇടതുപക്ഷവും സർക്കാരുമാണ് കൂടുതൽ വിമർശനങ്ങൾക്ക് പാത്രമാവുക. അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുക? നിങ്ങൾ പിണറായി വിജയനെ വിമർശിക്കുന്നത് പോലെ രമേശ് ചെന്നിത്തലയെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഡോക്ടർ പ്രേംകുമാർ, ഇതേ യുക്തി അനുസരിച്ചിട്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രവർത്തിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇതിന് 2 സൈഡും ഉണ്ട്. അത് കാണാതെ പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും അസത്യ വാർത്തകൾ, വെരിഫൈ ചെയ്യാത്ത വാർത്തകൾ. ലേറ്റസ്റ്റ് വന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനോരമ എന്ന് പറഞ്ഞ പത്രത്തിലൊരു വാർത്ത വരുന്നു, എക്സാലോജിക് എന്നുള്ള കമ്പനിക്ക് വീണ വിജയൻ അവിടെ അക്കൗണ്ട് ഉണ്ടെന്ന്. അത് വേറൊരു കമ്പനിയാണെന്ന് നോക്കാൻ ഏത് പത്രത്തിന്റെ ഏത് ചാനലിലെയും റിസർച്ച് ഡെസ്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് 5 മിനിറ്റേ വേണ്ടൂ എന്നിരിക്കലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും അന്ന് രാത്രി വരെ ആ വാർത്ത ആഘോഷിക്കുകയായിരുന്നു. എനിക്കറിയാം, റിപ്പോർട്ടർ ചാനലിൽ അവർ സങ്കടത്തോടെ പറയുന്നതായിരുന്നു 8 ബുള്ളറ്റിനുകളിലായിരുന്നു അത് ഹെഡ്ലൈൻ ആയിട്ട് വന്നതെന്നുള്ളത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. അതായത് ഇടതുപക്ഷത്തിനെതിരെയാണ് വാർത്ത. ചാനലുകൾ തന്നെയല്ലേ വൈകുന്നേരം ചോദിച്ചത്? പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിലും വെരിഫൈ ചെയ്യാതെ ഇപ്പോൾ ആരാണ് ഈ കമ്പനിയുടെ മുതലാളി എന്ന് ഗൂഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചത് ഇതേ ചാനലുകൾ തന്നെയല്ലേ? അത് ചോദിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? രാവിലെ 10 മണി മുതൽ 7 മണി വരെ ഈ വാർത്ത എയർ ചെയ്തതിന് ശേഷം രാത്രിയിലെ നിങ്ങൾ ചർച്ചയിലാണ് ചോദിക്കുന്നത്. ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചു. ഷോൺ ജോർജോ, PC ജോർജോ, X or Y ആരോപണം ഉന്നയിച്ചാൽ സ്വാഭാവികമായും ആരോപണം വരും. ആരോപണത്തിന്റെ നെല്ലും പതിനും ഒക്കെ പിന്നീടല്ലേ തിരിയുക. അപ്പൊ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? പക്ഷേ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വസ്തുതകളൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് കൂടി പറയും. അല്ല അഭിലാഷ്, ഇത് വളരെ നീണ്ടൊരു ചർച്ചയാണ്. ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ റിലേ ചെയ്യലല്ല മാധ്യമ പ്രവർത്തനം. അതിനോടാണ് പ്രശ്നം. പ്രതിപക്ഷ പാർട്ടികൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ വെരാസിറ്റി നോക്കാതെ ഒന്നും പറയരുത്. അവർ ആരോപണം ഉന്നയിച്ചത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വല്ല കാലത്ത് നടക്കുമോ? കോഴക്കാലത്ത് എന്തുമാത്രം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. വന്ന് ചാനലുകളിലും പത്രങ്ങളിലും വന്നില്ലേ? സോളാർ വിഷയത്തിൽ എന്തൊക്കെ ആരോപണങ്ങൾ. നമ്മളെല്ലാവരും ആ കാലത്ത് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ഞാൻ ആ കാലത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾ. പ്രതിപക്ഷം ഇപ്പോൾ പല കാര്യങ്ങൾ പറയും. അതിന്റെ ഒക്കെ 100% വസ്തുത അന്വേഷിച്ചതിന് ശേഷം മാത്രം VS അച്യുതാനന്ദൻ നിയമസഭയിൽ പ്രസംഗിക്കുന്ന കെടാത്ത പുഴുവും ചാകാത്ത തീയും എന്ന പ്രസംഗം നമുക്ക് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ച് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. യെസ്, കം ടു ദ പോയിന്റ്. ഇതാണ് വ്യത്യാസം. സോളാർ സമരകാലത്തെ കേരളമോ ഇന്ത്യയോ അല്ല ഈ കാലത്തെ ഈ മാസത്തെ കേരളവും ഇന്ത്യയും.
കാരണം വാർത്തകളെ ഓഡിറ്റ് ചെയ്യാൻ സർവ്വസന്നാഹങ്ങളുമുള്ള സൈബർ സ്പേസിലുള്ള ആളുകൾ എല്ലായിടത്തുമുണ്ട്. അല്ല, audit ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. അത് ഒരു തർക്കവുമില്ല. നിങ്ങൾക്കാണ് അത് വലിയ പ്രശ്നമാവുന്നത് മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാ വാർത്തകളും ഓഡിറ്റ് ചെയ്യപ്പോൾ ചർച്ച അവസാനത്തെ 30 സെക്കൻഡിലാണ്. ശ്രീ സജീഷ്, ഈ നവമാധ്യമ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ CPM-ന്? വളരെ ചെറിയ ഉത്തരം. അല്ല, 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ശ്രീ രാജു പി നായർ ഒരു കാര്യം ചെയ്യണം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിനെതിരായി വന്ന ആ വിഷയമുണ്ടല്ലോ, ശ്രീ പ്രേംകുമാർ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എന്ത് വന്നാലും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ. തൻ്റെ പേരിൽ താൻ കൊടുത്ത പരാതി ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ അടുത്ത ഈ നിയമസഭാ സമ്മേളനത്തിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. അപ്പൊ കാണാലോ. എന്നിട്ട് ഒരു അന്വേഷണം നടക്കട്ടെ. എന്നിട്ട് നിക്ക് എന്നിട്ട് അല്ല പറയട്ടെ. നിങ്ങൾ ബേജാറാവല്ലേ? ശ്രീ രാജു പി നായർ ബേജാറാവല്ലേ? അല്ലല്ല പറയട്ടെ. താങ്കൾ എന്തിനാ പ്രകോപിതനാവുന്നത്? താങ്കൾ എന്തിനാണ് പ്രകോപിതനാവുന്നത്? ഞാൻ പറയട്ടെ. സമയം പൂർണ്ണമായിട്ട് അവസാനിച്ചു. സോറി, രണ്ടുപേരോടും സോറി. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് സൂപ്പർ ടൈം അവസാനിക്കുന്നു. നമസ്കാരം.